ഇപ്പോൾ താമര വിരിയാത്ത 5 നദികൾ, അഭിലാഷിൻ്റെ തന്നെ ഒരു വളരെ ഭംഗിയായിട്ടുള്ളൊരു നിരീക്ഷണമാണ് പഞ്ചാബിനെ കുറിച്ചുള്ളത്. അതായത് പഞ്ചാബിൻ്റെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് നല്ല ഹോൾഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പഞ്ചാബിൽ BJPക്ക് പച്ചവിടാൻ കഴിയാത്തത് എന്നുള്ളതാണ്. അത് അവർ ശ്രമിക്കാതിരിക്കുന്നൊന്നുമല്ല, പക്ഷേ അവർക്ക് അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചാബിൻ്റെ രൂപീകരണം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് നമുക്കറിയാം ഒരു വിഭജനം നടക്കുകയൊക്കെ ചെയ്ത സമയം മുതലാണ്. ഇപ്പോൾ പഞ്ചാബിൽ ഭൂരിഭാഗവും സിഖ് മത വിശ്വാസമാണ്. അപ്പം അതിനു മുമ്പും സിഖ് മതം ഈ പഞ്ചാബ് സ്പ്ലിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ സിഖ് മതത്തിനെ ഈ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ കാണുന്നത് വിശാല ഹിന്ദു ഭാഗത്തിൻ്റെ ഒരു കൂട്ടമായിട്ടാണ്. സിഖ് മതം അവരുടെ കൂട്ടത്തിലുള്ളതായിട്ടാണ്. പക്ഷേ സിഖ് മതം അങ്ങനെ അവർ കാണുന്നില്ല. അവർക്ക് അവരുടേതായ മതമുണ്ട്, അവരുടേതായ വിശ്വാസ രീതികളുമുണ്ട്, സംസ്കാരമുണ്ട്, അവരുടേതായ ഭാഷയുണ്ട്. പഞ്ചാബി ഭാഷ അവർ അതങ്ങനെയാണ് കാണുന്നത്. അപ്പം അവരെല്ലാം വ്യത്യസ്തമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അതേസമയം നമ്മളുടെ ഈ ഇന്ത്യയിലെ മറ്റ് ഹിന്ദുത്വത്തോടെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം പറയുന്നത് അവർ ഇവരുടെ പാർട്ടാണെന്നുള്ളത്. ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വത്തോടെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊന്നും തന്നെ, അതായത് ഹിന്ദു ഹൃദയ സാമ്രാട്ടും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ രക്ഷകനാണ് മോഡി എന്നുള്ളതൊന്നും അവിടെ ബലവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പഞ്ചാബ് രൂപീകരിക്കുന്ന കാലം മുതൽ പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രദേശം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സ്പ്ലിറ്റ് നടക്കുന്നത്. അപ്പം ഹിന്ദി ഭാഷയും ഹിന്ദു മതമുള്ളവരൊക്കെ സ്പ്ലിറ്റ് ആയിട്ടാണ് ഹരിയാനയും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശും ഒക്കെ ആകുന്നത്. പഞ്ചാബ് എന്ന് പറയുന്നത് സിഖ് മതവും പഞ്ചാബി ഭാഷ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അവർക്ക് സിഖ് മതത്തിൻ്റെ കൂടെയുള്ള ഒരു പാർട്ടിയുണ്ട്, SAD എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്. അപ്പോൾ SAD എന്ന പാർട്ടി NDAയുടെ കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സീറ്റുകളാണ് NDAക്ക് കിട്ടുന്നത്. അല്ലാതെ BJPക്ക് അവിടെ ഒന്നും കമ്മ്യൂണൽ പൊളിറ്റിക്സിനുള്ള സാധ്യതയും കുറവാണ്, കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും അവർ ശ്രമിക്കാതിരിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കർഷക സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു അവിടുത്തെ ജാതിയിലുള്ളവരും അവിടുത്തെ കർഷകരൊക്കെ BJPയോട് പിണങ്ങാനൊക്കെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ കർഷക നിയമം പിൻവലിച്ചത് ഗുരുനാനാക്ക് ജയന്തിയിലാണ്. അതുപോലെ പാകിസ്ഥാനിലേക്കുള്ള ഒരു ടണലോ ഹൈവേ എന്തോ പണിഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടേക്ക് കടന്നു കയറാൻ BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും അവർക്ക് അനുകൂലമാകുന്നില്ല എന്നുള്ളതാണ്. 38% ഹിന്ദുക്കളുണ്ട് എന്നാണ് പറയുന്നത് പഞ്ചാബിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ 38% ഹിന്ദുക്കളെ കൂടി BJPക്ക് എന്തുകൊണ്ടാണ് കൂടെ നിർത്താൻ പറ്റാത്തത്? അതും അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കാരണം ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദുക്കളുടെ പാർട്ടി എന്നുള്ള രീതിയിൽ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പണ്ട് മുതലേ അവിടെ സ്ഥാനം നേടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം നേടിയത് കൊണ്ട് തന്നെ അവർക്ക് അവരെ വിട്ടു പുതിയൊരു പാർട്ടി ഏറ്റെടുക്കേണ്ട ആവശ്യം അവർക്ക് വന്നില്ല. അപ്പോൾ കോൺഗ്രസ് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദി പഞ്ചാബി സ്പ്ലിറ്റ് നടക്കുന്നത്, ആ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് ഈ ആര്യ സമാജവും അങ്ങനെയുള്ള ഹിന്ദുത്വ ഗ്രൂപ്പുകളൊക്കെ കോൺഗ്രസിൻ്റെ പക്ഷത്ത് തന്നെയായിരുന്നു. പക്ഷേ ഒരു ഇലക്ട്രൽ പ്രോസസ്സിൽ വരുമ്പം ഈ ആര്യ സമാജമൊന്നും ഇലക്ഷന് മത്സരിക്കുന്നൊന്നുമില്ല, കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ നേടുന്നത് കോൺഗ്രസും മറ്റേ സിഖുകാരുടെ വോട്ട് മുഴുവൻ നേടുന്നത് SADയും. അങ്ങനെ ഒരു ദ്വന്ദ്ം അവിടെ രൂപപ്പെട്ടു. ഈ SAD ഇപ്പോൾ പിന്നെ ഇതിലാണ് NDAയിലായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ കർഷക സമരത്തിന്റെ പ്രശ്നം കാരണം അവരൊരു സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട്. അവർ NDAയിൽ നിന്ന് മാറിയിട്ടുണ്ട് അവർ. പക്ഷേ SADയും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അവർ വീണ്ടും NDAയിലേക്ക് വന്നെന്നിരിക്കാം. പക്ഷേ SADയും അല്പം ക്ഷീണത്തിലാണ്. നിലവിൽ ഇപ്പോൾ ക്ഷീണത്തിലാണ്. SAD ഇന്ത്യ മുന്നണിയിലാണോ? SAD ഇന്ത്യ മുന്നണിയിലല്ല, അവരെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഡബിൾ ചെക്ക് ചെയ്യണം. പക്ഷേ ഇന്ത്യ മുന്നണിയിലാണെന്ന് അവർ തോന്നുന്നില്ല. അവരും SAD എന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. 38% ഹിന്ദുക്കള്, അതായത് കൃത്യമായി പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ കീഴിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJP എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി അവർ പൊളിറ്റിക്സും മതവും കളിച്ച് കൃത്യമായി ഹിന്ദു വോട്ട് കൈക്കലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹിന്ദു വോട്ട് കൈക്കലാക്കാൻ പറ്റാത്ത സ്ഥലത്ത് ജാതികളെ ഒന്നിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ മതം എന്ന ലെയർ ഇട്ടിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ നമ്മുടെ പഞ്ചാബിൽ വരുന്ന 58% ഹിന്ദുക്കൾ ഈ പറഞ്ഞ പോലെ സംഘപരിവാർ വിരുദ്ധമായി അല്ലെങ്കിൽ ഒരു സെക്യുലർ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു സെക്യുലർ ഹിന്ദുക്കളായിട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും. അങ്ങനെ വിലയിരുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ രീതിയിൽ തന്നെ കണ്ടിട്ടില്ല. പക്ഷേ ശീലങ്ങളാണ്. അവർക്ക് ഓൾറെഡി ഒരു ചോയ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യത ഉള്ളിടത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വന്നിട്ട് അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾക്ക് അവർ ഓൾറെഡി കോൺഗ്രസിന് വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഇന്ദിരാഗാന്ധിയുടെ സമയത്തുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും.
അപ്പോൾ വർഷങ്ങളോളം അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നീറുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഖാലിസ്ഥാൻ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്രയമായി നിന്നിരുന്ന ഒരു പാർട്ടി എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അത് എല്ലാ കാലവും അങ്ങനെ ആകണമെന്നല്ല. അവിടെയാണ് BJP അവിടെ നന്നായി കളിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിഖുകാരുടെ വോട്ട് നേടാൻ പോകുന്ന പോലെ തന്നെ ഈ അവിടെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് മറ്റ് മതങ്ങൾ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അവരുടെ ഒരു നരേറ്റീവിൻ്റെ ഒരു സംഭവം. അതിനുള്ളൊരു സ്കോപ്പ് പഞ്ചാബിലില്ല, പ്രത്യേകിച്ച് മുസ്ലിം പോപ്പുലേഷൻ വളരെ കുറവായതുകൊണ്ട്. അവിടെയുള്ളത് സിഖാണ്. അപ്പോൾ സിഖുകാരെ അവർക്ക് ശത്രുക്കളായിട്ട് കാണിക്കാനും പറ്റില്ല, കാരണം സിഖുകാരുടെ വോട്ടും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഖ് മതവും ഹിന്ദു മതത്തിന്റെ കൂടെ ആണ് എന്നുള്ള രീതിയിലാണ് BJP പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ അധികം കമ്മ്യൂണൽ നരേറ്റീവ്സ് ഒന്നും അവിടെ ഇറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടും ഈ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു വികാരമൊന്നും അവിടെ ഏക്കാതെ പോകുന്നു. അപ്പോൾ സംഘവികാർ പൊളിറ്റിക്സ് ഒരു തരത്തിലും, അല്ലെങ്കിൽ നിലവിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ നമ്മുടെ ഈ പറഞ്ഞ ജൂൺ 4-നുള്ള കൗണ്ടിങ്ങിൽ ഒരു തരത്തിലും BJPക്ക് ആശാവഹമല്ല എന്ന് പറയാൻ പറ്റുമോ? ആശാവഹമല്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയ നേരിയ മുൻതൂക്കങ്ങളൊക്കെ അവർക്ക് ഈ അയോധ്യയിലെ രാമൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വികാരം പഞ്ചാബിലും അലയടിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഈ വർഷവും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും പഞ്ചാബിൽ അവർക്ക് അങ്ങനെ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പഞ്ചാബിൽ നിന്ന് നേട്ടം BJPക്ക് ഉണ്ടാവില്ല. ആസാമീസും ഇന്ത്യൻ പൗരനും എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റാണ് ഏറ്റവും ശ്രദ്ധേയമായ അഭിലാഷിൻ്റെ ഒരു അനാലിസിസ്. ഇപ്പോൾ നമുക്കറിയാം, CAA പോലുള്ള പൗരത്വ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബന്ധം കൊളുത്തി പ്രകടനത്തിനും മറ്റു ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. പക്ഷേ ആസാമിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്ന, അല്ലെങ്കിൽ കുടിയേറ്റത്തിന് ഒരുപാട് കാലത്തിൻ്റെ പിന്നെ പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ കുടിയേറ്റത്തിന് അത്രയും മുൻ വർഷങ്ങളിലൊക്കെ കുടിയേറ്റം വ്യാപകമായിട്ടുള്ള ഈ ആസാമിൽ പുതിയ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു പൾസ് എന്തായിരിക്കും? ആസാമിലെ വിഷയം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ CAA വിഷയം തന്നെ സംഭവം. കാരണം ആസാമിലെ എപ്പോഴും നീറിപ്പോകുന്ന വിഷയം പൗരത്വം തന്നെയായിരുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനത്തും, നേരത്തെ ബംഗാളിലെ വയലൻസ് ആണെങ്കിൽ ആസാമിലെ പ്രശ്നം പൗരത്വമാണ്. അപ്പം ആസാമിലെ ഈ അടുത്തിടയ്ക്ക് CAA പ്രശ്നം വന്നപ്പോൾ അവിടെ ആക്ച്വലി അവിടെ BJPക്ക് അതൊരു ചെറിയ പ്രശ്നമായിരുന്നു. മൊത്തത്തിൽ അവർ CAA എന്ന് പറയുന്നത് മോഡിയുടെ ഒരു വലിയ നേട്ടമായിട്ടൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തായിട്ടൊക്കെ ആഘോഷിക്കുന്നെങ്കിലും ലോക്കൽ നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം CAA ഒരു ചെറിയ പ്രശ്നമായിരുന്നു. കാരണം ആസാമിനെ അപ്പം നമ്മൾ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ CAA ഇന്ത്യ മുഴുവൻ നമ്മൾ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം വിരുദ്ധ പ്രശ്നമായിട്ടാണ്. അപ്പോൾ ആസാമിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. അതപ്പോൾ ആസാമിൻ്റെ ചരിത്രം കുറച്ച് നോക്കുകയാണെങ്കിൽ ആസാമിലേക്ക് കടന്നു വന്ന കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആൾക്കാരുടെ പ്രധാന പ്രശ്നം. അപ്പം അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്ന ആൾക്കാരായിട്ടാണ് അവർ ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ബംഗാളികൾ എന്ന വർഗത്തെ അവർ കാണുന്നത്. അപ്പോൾ ഈ പ്രശ്നം തുടങ്ങുന്നത് വംശീയപരമായ പ്രശ്നമാണ്, ഭാഷാപരമായ പ്രശ്നമാണ്. അപ്പോൾ തങ്ങളുടെ ഭാഷ പോലും ബംഗാളി ഭാഷയായി മാറുന്നു, തങ്ങളുടെ അവസരങ്ങളെല്ലാം ബംഗാളികൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആ പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ ആ ഒരു പ്രശ്നം വലുതായതിനു ശേഷമാണ് അവർ പറയുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം, പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധം, അതിനുശേഷം ആൾക്കാർ കുടിയേറുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് കടന്നു വന്ന ആൾക്കാർ, കാരണം ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അപ്പോൾ അതിന് മുമ്പ് വരെ വന്നതൊക്കെ അതിനുശേഷം വന്നവരെല്ലാം ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് വളരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും വംശീയ കലാപങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അപ്പം ഈ പ്രശ്നത്തെ വലുതാക്കിയിട്ടാണ് BJP അവിടെ ഒരു സംഭവമായി മാറുന്നത്. കാരണം അവർക്ക് യാതൊരു സാന്നിധ്യം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പം ഈ ഒരു പ്രശ്നത്തിന് മതപരമായ കളർ കൊടുത്തിട്ടാണ്. അപ്പം ഇവിടേക്ക് കടന്നു വരുന്നത് എല്ലാവരും പ്രശ്നക്കാരല്ല, മുസ്ലിങ്ങളാണ് പ്രശ്നക്കാർ എന്നുള്ള രീതിയിലേക്ക് ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുക. അപ്പോൾ ബംഗാളി എന്നുള്ളത് മാറിയിട്ട് ബംഗാളി ഹിന്ദു, ബംഗാളി മുസ്ലിമായും, അപ്പോൾ അവർ വന്നിട്ടാണ് അവസരങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലേക്ക് അവർ പ്രശ്നം മാറ്റി. അങ്ങനെയാണ് അവർ RSS സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി അവരവിടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കി. കോൺഗ്രസ് വളരെ ശക്തമായിരുന്ന സ്ഥലത്ത് അവർ സാന്നിധ്യം ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ CAA പ്രശ്നം അവിടെ വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ NRC പ്രോസസ്സ് ആസാമിൽ നടന്നു. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് 2013 മുതൽ 19 വരെ വർഷങ്ങളോളം നീണ്ടു നിന്ന NRC പ്രോസസ്സിലൂടെ ഏകദേശം 19 ലക്ഷത്തോളം ആൾക്കാർ പുറത്തായി. ഈ 19 ലക്ഷം പുറത്തായ ആൾക്കാരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നു. അപ്പൊ അതുവരെയുള്ള നരേറ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കടന്നു കയറിയ ആൾക്കാരെല്ലാം മുസ്ലിങ്ങളാണ് കൂടുതൽ എന്നുള്ളത് അവിടെ പൊളിയാണ് ചെയ്തത്. അപ്പൊ ഈ പുറത്തായ ഹിന്ദുക്കൾക്കെല്ലാം വീണ്ടും പൗരത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ വേറെ ഏത് സ്ഥലത്തുള്ള ഹിന്ദുക്കൾക്ക് അവർ ഹിന്ദു മതം വെച്ചിട്ടായിരിക്കും ആലോചിക്കുന്നത്, ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതി.
പക്ഷെ ആസാമിൽ താമസിക്കുമ്പോൾ ഈ യഥാർത്ഥ പ്രശ്നമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുമ്പോൾ അവരുടെ അവസരങ്ങൾ കുറയുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നു അനുസരിച്ചിട്ടിരിക്കും അവരുടെ ആസാമിലെ കാര്യം. പക്ഷെ എന്നാലും അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിനെ വലുതാക്കി പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നേതൃത്വം പ്രതിപക്ഷത്തിന് ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിൻ്റെ തന്നെ ശക്തമായ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ അവിടെ BJP യിലാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പറ്റി പറയണം. അദ്ദേഹം ഒരു കാലത്ത് ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിലെ ഈ തരുൺ ഗൊഗോയ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മക്കൾക്ക് സ്ഥാനങ്ങൾ കൊടുക്കുന്നു, മറ്റുള്ളവർ ഒഴിവാക്കുന്നു എന്നുള്ള ആരോപണമായിട്ട് ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത് അദ്ദേഹം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ പോയി കാണാൻ പോകുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്. അന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ അപമാനിച്ചുകൂടിയാണ് ചെയ്തത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ആസാമിലെ കാര്യം നോക്കാൻ അറിയാമെന്ന് പറയും. അപ്പം അദ്ദേഹം നേരെ BJP യിലേക്ക് പോയി. അതേസമയം BJP എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AGP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു അവിടെ. അവരുടെ ഈ ആസാമീസ് പൗരത്വ പ്രശ്നങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ആസാം അക്കോർഡ് നടക്കുന്ന സമയത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള പാർട്ടിയാണ് AGP എന്ന് പറയുന്നത്. ആ AGP പാർട്ടിയുടെ ഒരു സബ് പാർട്ടി പോലെയാണ് BJP അവിടെ നിലനിന്നിരുന്നത്. കാലം കഴിയുന്തോറും എന്ത് കഴിഞ്ഞാൽ AGP യിലെ ശക്തമായ നേതാക്കന്മാരെയൊക്കെ അവർ BJP യിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ BJP ശക്തിപ്പെട്ടു. അപ്പൊ ഈ പറയുന്ന പോലെ ഹിമന്തിനെ അവർ കോൺഗ്രസിൽ നിന്നാണ് റാൻ ചെയ്തത്. ഏകദേശം 1 വർഷത്തോളം അവർ ഹിമന്തിന്റെ പുറകിലായിരുന്നു എന്നുള്ളതാണ്, എങ്ങനെ കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ ഹിമന്തിനെ കൊണ്ടുവരുന്ന സമയത്താണ് ഇതേപോലെ പണ്ട് അവിടെ വന്ന് ഇപ്പം അന്ന് BJP യുടെ പ്രധാന നേതാവായിരുന്ന സോനാവാൽ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾ വരുന്ന അയാൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇയാൾക്കെതിരെ ഒരു അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇയാളെ കൊണ്ടുവരേണ്ടതിന്റെ പേരിൽ അമിത്ഷായൊക്കെ ഇടപെട്ട് ആ അഴിമതി ആരോപണമൊക്കെ പിൻവലിപ്പിച്ച് ഇവരെ രണ്ടുപേരെയും സെറ്റിലാക്കി. അങ്ങനെയാണ് ഇയാളെ കൊണ്ടുവരുന്നത്. കുറച്ചുനാൾ ഈ സോനാവാലിന്റെ അസിസ്റ്റന്റായിട്ട് ഹിമന്ത് പ്രവർത്തിച്ചു. അതിനുശേഷം ഹിമന്താണ് ഇപ്പം അയാളെ നോർത്ത് ഈസ്റ്റ് യോഗി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അയാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രസ്സും മീഡിയ ഒക്കെ സ്വന്തമായിട്ടുള്ള ആളാണ്. ആസാമിൽ മാത്രമല്ല BJP യുടെ നോർത്ത് ഈസ്റ്റിലെ കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ ഹിമന്ത് വഴിയിട്ടാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത്ര ശക്തനായ നേതാവ്. അപ്പൊ ഇത്രയും ശക്തനായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ഹിമന്തിനെ പോലെയുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ CAA പ്രശ്നമൊക്കെ ആസാമിൽ ഉണ്ടെങ്കിലും അതൊക്കെ ഉപയോഗിക്കാനുള്ള നേതാക്കളും അവർക്ക് ഇപ്പൊ അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസിനില്ല. കോൺഗ്രസിന് ചിലപ്പോൾ 1-2 സീറ്റുകൾ മുസ്ലിം ഭൂരിഭാഗമുള്ള സീറ്റുകൾ ചിലപ്പം അവിടെ കിട്ടിയെന്നിരിക്കാം. എങ്കിലും മറ്റ് സീറ്റുകളെല്ലാം തന്നെ അവർ എടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. എനിക്കത് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല, എത്രത്തോളം BJP കിട്ടുമെന്ന്. എന്നാലും ഭൂരിഭാഗവും ആസാം BJPക്ക് കിട്ടുമെന്നാണ് BJP യുടെ വിശ്വാസം. ഒപ്പീനിയൻ പോൾസൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ BJP എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമായിട്ട് അവർ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി ബില്ല്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള ഒരു വലിയ അവസരം ഒരുക്കി ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടാണ് പൗരത്വ ഭേദഗതി ബില്ല് വരുന്നത്. എന്നാൽ ഇതേ ബില്ല് ഇവിടെ എത്തുമ്പോൾ ആസാമിൽ എത്തുന്ന സമയത്ത് BJPക്ക് എതിരായി നിൽക്കേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ അത് നിൽക്കാതിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, നിൽക്കാതിരിക്കുക പറയുന്നത് കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് ഉപയോഗപ്പെടുത്താത്തതുകൊണ്ടാണോ? കോൺഗ്രസിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കോൺഗ്രസ് ഒന്നാമത്തെ കാര്യം ഉപയോഗപ്പെടുത്താനുള്ള ഒരു മെഷീനറി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു കേഡർ സംവിധാനമോ അല്ലെങ്കിൽ അത് ആൾക്കാരെ പറഞ്ഞ് ആ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനും ഒക്കെ BJP കുറച്ച് മിടുക്കരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കോൺഗ്രസിന്റെ ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ ഉയർത്തിക്കാട്ടേണ്ട വിഷയങ്ങൾ മാറ്റാനുള്ള കോൺഗ്രസിന്റെ നേതാക്കളുടെ കഴിവുകേട് ഇത്തവണ BJP അത് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ BJP മുന്നോട്ട് വെക്കുന്ന നരേറ്റീവിനെതിരെ ആരെന്തു കൊണ്ടുവന്നാലും വളരെ പെട്ടെന്ന് തന്നെ അത് രാജ്യവിരുദ്ധമായിട്ടും അല്ലെങ്കിൽ ഇസ്ലാം പ്രീണനമായിട്ടും ഒക്കെ ചിത്രീകരിക്കാനും അവർക്ക് കഴിയും. അത് നടക്കുന്നുണ്ട്. ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും അവിടുത്തെ മുസ്ലിങ്ങളെ BJPയിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വോട്ട് ചോദിക്കുന്നത്. അവരുടെ അവസരങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഹിന്ദുക്കളെ പെട്ടെന്ന് BJP വിട്ടു പോവില്ല. കാരണം അവരുടെ രക്ഷകനായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പൊ എപ്പോഴും ഒരു അന്യമതം നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നു എന്നുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും ആസാമിൽ മാത്രമല്ല ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ഈസിയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ പോലെ ഹിന്ദുക്കൾക്ക് അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ ആസാമിലാണെങ്കിൽ തന്നെയും ഇപ്പൊ പറഞ്ഞ ഈ കണക്കുകളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, NRCയിലെ കണക്കുകളൊക്കെ, ഈ കണക്കുകളൊക്കെ വെച്ച് എത്ര പേര് നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 19 ലക്ഷം ആൾക്കാര് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ബിൽഡപ്പ് കിട്ടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് മുസ്ലിങ്ങളാണ് കൂടുതൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നരേറ്റീവ്
സത്യമാണോ അത് ശരിക്കും? ഇല്ല, ബംഗാളിയിലും NRC-യിലെ കണക്കുകൾ മുസ്ലിങ്ങളാണോ വെച്ചിട്ട് നോക്കുമ്പോൾ 19 ലക്ഷത്തിൽ 13 ലക്ഷത്തോളം ആൾക്കാരും ഹിന്ദുക്കളൊക്കെ ആണെന്നാണ് കണക്ക്. കണക്കാണ്. അപ്പം അത് മാത്രമല്ല, ഈ അവിടുത്തെ ഈ പോപ്പുലേഷൻ ഇത് തന്നെ, ഈ പൗരത്വ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിലായിരുന്നു ഡിസ്കഷൻസ് ഒക്കെ. പക്ഷെ ആ ഡിസ്കഷൻസിൽ തന്നെ ഒരുപാട് കോടി ആൾക്കാർ NRC പ്രോസസ്സിൽ പുറത്താവുമെന്നാണ് വിചാരിച്ചു. പക്ഷെ ഏകദേശം 6% താഴെ ആൾക്കാരെ പുറത്തായുള്ളൂ. അപ്പൊ വലിയ രീതിയിലുള്ള പൗരത്വ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുടിയേറ്റ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആൾക്കാരുടെ തോന്നലുകളാണല്ലോ. അപ്പം ഈ RSSന് അവിടെ അവർക്ക് പറ്റിയ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് വിജയിച്ചെടുക്കാൻ സാധിച്ചു. നിങ്ങളുടെ അവസരങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പേടി ഒരു സ്ഥലത്ത് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാനും പാടാണ്. അല്ലെങ്കിൽ അതിലേക്ക് മാറാണെങ്കിൽ അതേപോലത്തെ രീതിയിൽ സ്വാധീന ശക്തിയുള്ള നേതാക്കന്മാർ വരണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആസാമിൽ ഇപ്പൊ ഹിമന്ത് ഇപ്പൊ കോൺഗ്രസിലായിരുന്നെങ്കിൽ ചിലപ്പോ അയാൾക്ക് അതിനും കഴിഞ്ഞേനെ. പക്ഷെ അയാളെ ഇവരിവിടേക്ക് കൊണ്ടുപോകും. ഇനിയിപ്പോ അവിടെ അതേപോലെ ഒരു നേതാവൊക്കെ വരണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഈ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ആസാമിലെ കുടിയേറ്റത്തിന് ഒരുപാട് പതിറ്റാണ്ടുകളോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് ചൈനീസ് ആളുകളെ കൊണ്ടുവരുന്നത്. ഈ ചൈനീസ് പിന്നെ വംശജരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ആസാമിലുണ്ടോ നിലവിൽ? അറിയില്ല എനിക്ക്. അങ്ങനത്തെ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ഒരു കണക്ഷൻ, ഡെമോഗ്രാഫിക് കണക്ഷൻസ് ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ കൃത്യമായി പറഞ്ഞാൽ BJPക്ക് പഞ്ചാബ് ഒഴികെയുള്ള എല്ലാ മേഖലയിലും ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ കാർഡ് ഇറക്കി കളിച്ച് വിജയിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള. അങ്ങനെ എല്ലായിടത്തും ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഓരോന്നോരോന്നായി നോക്കേണ്ടി വരും. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ ഒന്നും അവർക്ക് അങ്ങനെ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയണം, അവരെല്ലായിടത്തും ശ്രമിക്കുന്നുണ്ട്. എല്ലായിടത്തും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഒരു സ്ഥലത്തും മടി പിടിച്ചിരിക്കുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ നമ്മളെപ്പോഴും അവരെ കാണുന്നത് ഒരു മണ്ടന്മാരായിട്ട് എന്നുള്ള രീതിയിലാണ്. BJP എന്നുള്ള രാഷ്ട്രീയം അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും ഈ പശുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഈ ആർഷഭാരത സംസ്കാരത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടൊക്കെ തന്നെ. പക്ഷെ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും ഭയങ്കരമായി വർക്ക് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ആസാമിലെ കാര്യമൊക്കെ. കാരണം ആസാമിന്റെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ ഒരു സാധ്യതയും അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് ഉണ്ടായിരുന്നതല്ല. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഈ പ്രത്യേകിച്ചും BJPയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നാഷണലിസം ആണല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചാബിലെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ലോക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ നാഷണലിസത്തിന് വലിയ പ്രാധാന്യം ഇല്ലാത്തടത്ത് BJP എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം ഇപ്പൊ ഉത്തർപ്രദേശിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നോർത്തിലെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ മതം പെട്ടെന്ന് വിൽക്കാൻ പറ്റും. പക്ഷെ ആസാമൊക്കെ കുറച്ച് വ്യത്യസ്തമായ സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ. അവർക്ക് ഇന്ത്യയുടെ കൂടെ ചേരുന്നത് ഒരു ബോർഡർ പ്രദേശമായതുകൊണ്ടും വ്യത്യസ്തമായ ആൾക്കാരായതുകൊണ്ടും ഒക്കെ. പക്ഷെ അവിടെ അവർ വിജയിക്കുന്നുണ്ട്. കാരണം അവർ നിരന്തരം ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഐഡിയോളജി മനസ്സിൽ കാണുകയും അപ്പോൾ അവർ വിജയിക്കണമെന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ ആസാമിലെ പോലെ തന്നെ ഭാവിയിൽ ഇപ്പം അവർക്ക് സാന്നിധ്യം ഇല്ലാത്ത ശക്തികളിലേക്കും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്കും അത്തരത്തിലുള്ള സാധനങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലേക്കും അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം കേരളത്തിലേക്കും അവർ ശ്രമിക്കാതിരിക്കുന്നൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ അവരുടെ ഒന്നാമത് നമ്മളുടെ ഒരു പോപ്പുലേഷൻ്റെ പ്രത്യേകത, ഒരു മുസ്ലിം പോപ്പുലേഷനും ക്രിസ്ത്യൻ ഹിന്ദു പോപ്പുലേഷനും പിന്നെ കമ്മ്യൂണിസം പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാവർക്കും അവരുടേതായ ഹോൾഡ് ഉള്ളത് കൊണ്ട് അവർക്ക് പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എനിക്ക് തോന്നിയത് നേതാക്കന്മാരുടെ കാര്യമാണ്. ഇന്ത്യയിലെ എല്ലായിടത്തും പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മളുടെ നേതാക്കന്മാർക്ക് പറഞ്ഞ ആൾക്കാരെ ഇതാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കാം, പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ശ്രമം കൂട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും അത് വെച്ച് പിന്നെ ബിൽഡ് ചെയ്യാനും ഒരു നേതാവിനെ കണ്ടെത്താനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട്.